ഹലോ, അപ്പം നമ്മളിന്ന് പോകുന്നത് പാത്തോസിൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. 1:30ക്കാണ് അവിടെ അപ്പോയിൻമെൻറ്റ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 12:30 മണി കഴിഞ്ഞ്. അതിങ്ങനെ എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിൽ ഇങ്ങനെ സമയത്തല്ലേ പെട്ടെന്ന് റെഡിയാവുന്നത്. അതുവരെ ഇങ്ങനെ ഇരിക്കും, ചിരിച്ചും കളിച്ചും അവിടെ ഇരിക്കും. അപ്പം സമയത്തിറങ്ങി പെട്ടെന്ന് പോകാനായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെത്തി. 1:30 എന്നുള്ളത് 1:45 തോന്നുന്നു എത്തിയപ്പോഴത്തേക്ക്. ഏകദേശം 1:45 കഴിഞ്ഞ്. അവളെപ്പോഴും അവളുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം കാണും പാത്തോസിൻ്റെ അല്ലേ. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും ചൂടല്ലേ ഇവിടെ, 42-45 ഡിഗ്രിയാണ് ചൂട്. അപ്പം അവൾ ഞങ്ങളെപ്പോലും വിളിക്കാതെ നേരെ കയറി പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലിൻ്റെ ചൂട് അത്രയ്ക്കായിരുന്നു. അപ്പം പുറത്തൊന്നും നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് നേരെ കയറിപ്പോയി. ക്യൂ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വലിയ ക്യൂവിൽ ഇനി എപ്പോഴാണ് തിരിച്ച് പോകാൻ പറ്റുന്നത്? അതാണ് ഞാൻ ഉച്ചയ്ക്ക് ഫുഡും കഴിക്കാതെ ഞാൻ ഇറങ്ങി വന്നത്. അപ്പോൾ പിന്നെ ഇനി എന്താണെന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷനായി നിന്നപ്പോൾ ഇക്ക തലേ ദിവസമേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞ ആ അങ്കിള് ഫോം കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് ഏകദേശം എല്ലാം ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഒരു ഫോം മാത്രമേ ഉള്ളായിരുന്നു. അത് എനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ തന്നെ ഫില്ല് ചെയ്ത് റെഡിയാക്കി കൊടുത്തായിരുന്നു. അപ്പം എന്താ പറയുക, ഇങ്ങനെ വെയിറ്റിങ് കണ്ടപ്പോൾ, ഇത്രയും ക്യൂ കണ്ടപ്പോൾ മോള് തന്നെ ചോദിക്കുന്നായിരുന്നു, ഉമ്മി നമുക്ക് എപ്പോഴും പോകാൻ പറ്റും എന്ന് അവൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോകാൻ പറ്റും എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇറങ്ങിയ ശേഷമാണ് സമാധാനമായത്. അപ്പോൾ എന്താ, നാട്ടിലായാലും നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നെങ്കിൽ അറിയാമല്ലോ, തിരക്ക് കാരണം നമുക്ക് ക്യൂ നിന്ന് ഒരു ദിവസം നമ്മുടേത് പോയി കിട്ടും. പക്ഷേ ഇതെന്തായാലും അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്ന് മോളുടെ പാസ്പോർട്ടാണ് ഇപ്പോൾ അവരെടുക്കുന്നത്. പഴയ പാസ്പോർട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അതെടുത്തും കൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നോക്കണം. ആ ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ നമ്മൾ കൊടുത്ത ഫോമുകളെല്ലാം കറക്റ്റാണോ നോക്കി വെരിഫൈ ചെയ്തിട്ട് പാത്തൂസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. പാത്തൂസ് ഇത്രയും ഫസ്റ്റാണ് സൈൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സൈനാണ് പാസ്പോർട്ടിൻ്റെ ഇതിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പം അവർ ചോദിച്ച് പേരെഴുതാൻ അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പേരെഴുതി വരച്ചു കൊടുത്താൽ മതിയെന്ന് ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടെന്ന് തോന്നുന്നു മുഖത്ത്. അപ്പം എല്ലാം സെറ്റായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതൊക്കെ നോക്കി എല്ലാം വെരിഫൈ ചെയ്ത് വരികയാണ്. വരുമ്പോഴത്തേക്ക് ഇനിയിപ്പം ആൾ സൈൻ ചെയ്ത് കൊടുക്കും. ആൾ ടെൻഷൻ കാരണം ഇപ്പോൾ ഇച്ചിരി വെള്ളവും കുടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ടെൻഷനും ഉണ്ട് അവൾക്ക്. അപ്പോൾ മോളടുത്ത് ചോദിക്കുകയാണ് ഇതെല്ലാം കറക്റ്റ് ആണെന്നോ ചോദിച്ചിട്ട് സൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പേരെഴുതിയാൽ മതിയെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് അവൾ പിന്നെ പേരെഴുതി. അവളുടെ ഒപ്പ്, പാത്തൂസിൻ്റെ ഒപ്പ് പാത്തൂസിന് മാത്രമേ ഇടാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ഇടാൻ പറ്റത്തില്ല. അപ്പം 2 പ്രാവശ്യം പേരെഴുതി സൈൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. അതെല്ലാം സെറ്റാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആളുടെ ഫസ്റ്റ് സൈനാണ്. അപ്പോൾ അത് പാസ്പോർട്ടിന് വേണ്ടി തന്നെ കൊടുത്ത്. നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കല്ലേ ഫസ്റ്റ് സൈൻ ചെയ്യുന്നത്. എങ്ങനെ നമ്മുടെ SSLC ഇതിൽ സർട്ടിഫിക്കറ്റിൻ്റെ ഇതിൽ കൊടുക്കാൻ വേണ്ടിയല്ലേ ഫസ്റ്റ് സൈൻ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് സൈൻ അതായിരുന്നു കേട്ടോ. ഇപ്പോഴും പിന്നെ മോള് പാസ്പോർട്ടിന് വേണ്ടി ഫസ്റ്റ് സൈൻ ചെയ്യുന്നുണ്ടപ്പോൾ ഒരു പിന്നെ വേറെന്താ, ഇവിടുത്തെ ക്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. പുറത്തോട്ടൊക്കെ ഉണ്ട്, ശരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് മുമ്പേ വന്ന ആൾക്കാരാണ് ഇങ്ങനെ നിൽക്കുന്നത്, പേപ്പറും പിടിച്ചും കൊണ്ട് നിൽക്കുന്നതെല്ലാം നമുക്ക് മുമ്പേ വന്ന ആൾക്കാരാണ്. ഫാമിലി ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ മുമ്പേ കയറ്റി വിട്ടതും. അതുമല്ല ഇക്ക തലേ ദിവസമേ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നത് കൊണ്ട് കയറി പോകാൻ പറ്റിയതാണ്. ഇല്ലെങ്കിൽ ആ പുറത്ത് ആ ക്യൂവിൽ ഞങ്ങൾ നിൽക്കേണ്ടി വന്നേനെ. പിന്നെ ഒരു ഉപകാരമുണ്ട്, നല്ല തണുത്ത വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. നിൽക്കുന്നവർക്കായാലും ദാഹിച്ചു കഴിഞ്ഞാൽ കുടിക്കാൻ വെള്ളമുണ്ട്. ഇത്ര മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ മെയിൻ ആളിരിക്കുന്ന സ്ഥലത്തുമൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് നമ്മൾ ആദ്യം പോയ സ്ഥലത്തുനിന്ന് അല്ലാന്ന് പറഞ്ഞിട്ട്, അതൊരു എന്താ പറയുക, ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ അല്ലാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടാമതാണ് ഇങ്ങോട്ട് വന്നത്. ഇത് അൽഷിഫ ഹോസ്പിറ്റലാണ്. അൽഷിഫ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഈ പാസ്പോർട്ട് റിന്യൂവേഷന് ആൾ വന്നത്. അപ്പം എല്ലാ മാസവും സാധാരണ ആൾ വരാറുണ്ട്, എംബസിയിൽ നിന്ന് ആൾ വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതും കൂടി ആയിരിക്കും ഇപ്പോൾ ഇത്രയും തിരക്ക് വന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ അവിടെ വെച്ച് ഒരു അങ്കിൾ
ഹലോ, അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് പാത്തോസിൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. 1:30ക്കാണ് അവിടെ അപ്പോയിൻമെൻറ്റ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 12:30 മണി കഴിഞ്ഞ്. അതിങ്ങനെ എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിൽ ഇങ്ങനെ സമയത്തല്ലേ പെട്ടെന്ന് റെഡിയാവുന്നത്. അതുവരെ ഇങ്ങനെ ഇരിക്കും, ചിരിച്ചും കളിച്ചും അവിടെ ഇരിക്കും. അപ്പം സമയത്തിറങ്ങി പെട്ടെന്ന് പോകാനായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെത്തി. 1:30 എന്നുള്ളത് 1:45 തോന്നുന്നു എത്തിയപ്പോഴത്തേക്ക്. ഏകദേശം 1:45 കഴിഞ്ഞ്. അവൾ എപ്പോഴും അവളുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം കാണും പാത്തോസിൻ്റെ അല്ലേ. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും ചൂടല്ലേ, ഇവിടെ 42-45 ഡിഗ്രിയാണ് ചൂട്. അപ്പം അവൾ ഞങ്ങളെപ്പോലും വിളിക്കാതെ നേരെ കയറി പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലിൻ്റെ ചൂട് അത്രയ്ക്കായിരുന്നു. അപ്പം പുറത്തൊന്നും നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് നേരെ കയറിപ്പോയി. ക്യൂ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വലിയ ക്യൂവിൽ ഇനി എപ്പോഴാണ് തിരിച്ച് പോകാൻ പറ്റുന്നത്? അതാണ് ഞാൻ ഉച്ചയ്ക്ക് ഫുഡും കഴിക്കാതെ ഇറങ്ങി വന്നത്. അപ്പോൾ പിന്നെ ഇനി എന്താണെന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷനായി നിന്നപ്പോൾ തലേ ദിവസമേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞ ആ അങ്കിള് ഫോം കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് ഏകദേശം എല്ലാം ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഒരു ഫോം മാത്രമേ ഉള്ളായിരുന്നു. അത് എനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ തന്നെ ഫില്ല് ചെയ്ത് റെഡിയാക്കി കൊടുത്തായിരുന്നു. അപ്പം എന്താ പറയുക, ഇങ്ങനെ വെയിറ്റിങ് കണ്ടപ്പോൾ ഇത്രയും ക്യൂ കണ്ടപ്പോൾ മോള് തന്നെ ചോദിക്കുന്നായിരുന്നു, ഉമ്മി നമുക്ക് എപ്പോഴും പോകാൻ പറ്റും എന്ന് അവൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോകാൻ പറ്റും എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇറങ്ങിയ ശേഷമാണ് സമാധാനമായത്. അപ്പോൾ എന്താ, നാട്ടിലായാലും നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നെങ്കിൽ അറിയാമല്ലോ, തിരക്ക് കാരണം നമുക്ക് ക്യൂ നിന്ന് ഒരു ദിവസം നമ്മുടേത് പോയി കിട്ടും. പക്ഷേ ഇതെന്തായാലും അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്ന് മോളുടെ പാസ്പോർട്ടാണ് ഇപ്പോൾ അവരെടുക്കുന്നത്. പഴയ പാസ്പോർട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അതെടുത്തും കൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നോക്കണം. ആ ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ നമ്മൾ കൊടുത്ത ഫോമുകളെല്ലാം കറക്റ്റാണോ നോക്കി വെരിഫൈ ചെയ്തിട്ട് പാത്തൂസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. പാത്തൂസ് ഇത്രയും ഫസ്റ്റാണ് സൈൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സൈനാണ് പാസ്പോർട്ടിൻ്റെ ഇതിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പം അവർ ചോദിച്ച് പേരെഴുതാൻ അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പേരെഴുതി വരച്ചു കൊടുത്താൽ മതിയെന്ന് ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടെന്ന് തോന്നുന്ന മുഖത്ത്. അപ്പം എല്ലാം സെറ്റായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതൊക്കെ നോക്കി എല്ലാം വെരിഫൈ ചെയ്ത് വരികയാണ്. വരുമ്പോഴത്തേക്ക് ഇനിയിപ്പം ആൾ സൈൻ ചെയ്ത് കൊടുക്കും. ആൾ ടെൻഷൻ കാരണം ഇപ്പോൾ ഇച്ചിരി വെള്ളവും കുടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ടെൻഷനും ഉണ്ട് അവൾക്ക്. അപ്പോൾ മോളടുത്ത് ചോദിക്കുകയാണ് ഇതെല്ലാം കറക്റ്റ് ആണെന്നോ ചോദിച്ചിട്ട് സൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പേരെഴുതിയാൽ മതിയെന്ന് പറയുന്നത് കേട്ടുകൊണ്ടുള്ള പിന്നെ പേരെഴുതി. അവളുടെ ഒപ്പ്, പാത്തൂസിൻ്റെ ഒപ്പ് പാത്തൂസിന് മാത്രമേ ഇടാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ഇടാൻ പറ്റത്തില്ല. അപ്പം 2 പ്രാവശ്യം പേരെഴുതി സൈൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. അതെല്ലാം സെറ്റാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആളുടെ ഫസ്റ്റ് സൈനാണ്. അപ്പോൾ അത് പാസ്പോർട്ടിന് വേണ്ടി തന്നെ കൊടുത്ത്. നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കല്ലേ ഫസ്റ്റ് സൈൻ ചെയ്യുന്നത്. എങ്ങനെ നമ്മുടെ SSLC ഇതിൽ സർട്ടിഫിക്കറ്റിൻ്റെ ഇതിൽ കൊടുക്കാൻ വേണ്ടിയല്ലേ ഫസ്റ്റ് സൈൻ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് സൈൻ അതായിരുന്നു കേട്ടോ. ഇപ്പോഴും പിന്നെ മോള് പാസ്പോർട്ടിന് വേണ്ടി ഫസ്റ്റ് സൈൻ ചെയ്യുന്നുണ്ടപ്പോൾ ഒരു പിന്നെ വേറെന്താ, ഇവിടുത്തെ ക്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. പുറത്തോട്ടൊക്കെ ഉണ്ട്, ശരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് മുമ്പേ വന്ന ആൾക്കാരാണ് ഇങ്ങനെ നിൽക്കുന്നത്, പേപ്പറും പിടിച്ചും കൊണ്ട് നിൽക്കുന്നതെല്ലാം നമുക്ക് മുമ്പേ വന്ന ആൾക്കാരാണ്. ഫാമിലി ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ മുമ്പേ കയറ്റി വിട്ടതും. അതുമല്ല തലേ ദിവസമേ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നത് കൊണ്ട് കയറി പോകാൻ പറ്റിയതാണ്. ഇല്ലെങ്കിൽ ആ പുറത്ത് ആ ക്യൂവിൽ ഞങ്ങൾ നിൽക്കേണ്ടി വന്നേനെ. പിന്നെ ഒരു ഉപകാരമുണ്ട്, നല്ല തണുത്ത വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. നിൽക്കുന്നവർക്കായാലും ദാഹിച്ചു കഴിഞ്ഞാൽ കുടിക്കാൻ വെള്ളമുണ്ട്. ഇത്ര മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ മെയിൻ ആളിരിക്കുന്ന സ്ഥലത്തുമൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് നമ്മൾ ആദ്യം പോയ സ്ഥലത്തുനിന്ന് അല്ലാന്ന് പറഞ്ഞിട്ട് അതൊരു എന്താ പറയുക, ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ അല്ലാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടാമതാണ് ഇങ്ങോട്ട് വന്നത്. ഇത് അൽഷിഫ ഹോസ്പിറ്റലാണ്. അൽഷിഫ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഈ പാസ്പോർട്ട് റിന്യൂവേഷന് ആൾ വന്നത്. അപ്പം എല്ലാ മാസവും സാധാരണ ആൾ വരാറുണ്ട്, എംബസിന്ന് ആൾ വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതും കൂടി ആയിരിക്കും ഇപ്പോൾ ഇത്രയും തിരക്ക് വന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ അവിടെ വെച്ച് ഒരു അങ്കിൾ